ഹലോ, എല്ലാവർക്കും ശ്രീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നതാണ്. അതിന് ഞാനിവിടെ കുറച്ച് കാട്ടുമാങ്ങാപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. കാട്ടുമാങ്ങ ചെത്തി ശരിയാക്കി ഞാൻ ഒരു ചട്ടിക്കകത്താക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പത്ത് വെച്ച് നല്ല രീതിയിലൊന്ന് തിളപ്പിക്കണം. ഇത് അടുപ്പത്ത് വെക്കുമ്പോഴത്തേക്കും കുറച്ച് വെള്ളം ഒഴിക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാവും. നമ്മുടെ മാങ്ങാപ്പഴം നല്ല രീതിയിൽ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഈ തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, കാരണം ഇത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ മാങ്ങ ഇവിടെ നല്ല രീതിയിൽ വെട്ടി തിളച്ചിട്ടുണ്ട്. ആ ഇടയ്ക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ ചിരകി എടുക്കേണ്ടതുണ്ട്. ഞാനാണെങ്കിൽ ഇവിടെ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി തേങ്ങയുടെ കൂടെ കുറച്ച് കാന്താരിമുളകും വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും ചേർത്തതിന് ശേഷം മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. വെളുത്തുള്ളി എടുക്കുമ്പോഴത്തേക്കും 2-3 അല്ലി എടുത്താൽ മതിയാവും. അതുപോലെ തന്നെ ജീരകമൊക്കെ കുറച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ കാന്താരിമുളക് നമ്മുടെ ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി ആണെങ്കിലും ചെറിയ രീതിയിലൊന്ന് കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം. ഞാനാണെങ്കിൽ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അരച്ചെടുക്കുമ്പോഴത്തേക്കാണെങ്കിൽ ഒത്തിരി വെള്ളം ചേർത്ത് അരയ്ക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഈ അരപ്പ് നമുക്ക് നമ്മുടെ അടുപ്പിലിരിക്കുന്ന മാമ്പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് തൈര് ചേർക്കണം. അതിനു മുമ്പ് നമ്മൾ തൈര് മിക്സിയിലൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. ഞാനിവിടെ തൈര് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി നമുക്ക് ആ മാമ്പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഇതൊന്നും കൂടി നന്നായിട്ട് തിളപ്പിക്കുക. ഉപ്പ് പാകത്തിനാണെന്ന് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. നന്നായി തിളച്ചതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാവുന്നതാണ്. നമുക്കിനി ഇതിലേക്ക് കടുക് പൊട്ടിച്ചിടണം. അതിന് ഞാനാണെങ്കിൽ ഒരു ചട്ടിയിൽ എണ്ണ ഒഴിക്കുകയാണ് ആദ്യം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഞാൻ കടുക് ഇട്ടോ. കടുകിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ടോ. അതിനുശേഷം ഞാൻ കുറച്ച് ഉള്ളിയും വറ്റൽമുളകും ആണെങ്കിൽ അരിഞ്ഞെടുത്തു. അതും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് വരട്ടിയെടുത്തിട്ടോ. ഇനി നമുക്കിത് നമ്മുടെ മാമ്പഴത്തിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മളിത് മിക്സൊക്കെ ആക്കി ഒന്ന് തിളപ്പിച്ച് വെച്ചായിരുന്നല്ലോ, അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടോ. ഇതാട്ടോ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.